എന്നാ പിന്നെ സാരി മാറ്റാം. ഈ ഇന്റർവ്യൂവിന് ഉടുക്കാൻ വേണ്ടി 4 സാരിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും എഴുതി കളയല്ലേ, ബന്ധത്തിന്റെ പുറത്ത് പറഞ്ഞാണ് കേട്ടാ. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. അതെല്ലാം CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ 1 വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞാൻ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും ഡിവൈഡ്. സാറിന്റെ കാല് പിടിക്കാം, ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. കിണറ്റിൽ ചാടാനൊന്നും പറയരുത്, എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTV വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ കസ്റ്റമറൊക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടുന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഇറങ്ങിയിരിക്കണം, എന്റെ അച്ഛന്റെ കുത്തുകൾക്കോടെ കത്തിച്ച് വെച്ചിരിക്കണം. വെള്ളം തുറന്നു നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം, പൂട്രാ വൈപ്പ്.